മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് കാലം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് കരുതിയിട്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഓരോ മനുഷ്യനും പഠിക്കാതെ നിന്റെ ആയുസിനെ കുറിച്ചുള്ളൊരു കഥ പറഞ്ഞു തരാം. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തന്റെ ശിഷ്യന്മാർക്ക് പാഠമെടുത്തു കൊടുക്കുമ്പോൾ അവിടുന്ന് ഇൽമു പറഞ്ഞു കൊടുക്കുകയാണ് ഒരു മനോഹരമായ ചരിത്രം. ചിന്തിക്കേണ്ടവന്, പഠിക്കേണ്ടവന്, നന്നാകേണ്ടവന് പടച്ചവന് ഈ ഒരൊറ്റ ചരിത്രം മതിയല്ലോ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ശിഷ്യന്മാരോട് ഒരു മനുഷ്യൻ ഇങ്ങനെ വനാന്തരത്തിലൂടെ സഞ്ചരിക്കുകയാണ്, ഒരു യാത്രക്ക് ഇങ്ങനെ പോവുകയാ. ആ മനുഷ്യൻ ഇങ്ങനെ വനാന്തരത്തിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പടച്ചവനെ ഭയാനകമായ ഒരു സിംഹം ആ മനുഷ്യനെ പിന്തുടരുകയാണ്. എങ്ങോട്ട് ഓടാൻ ശ്രമിച്ചിട്ടും രക്ഷപ്പെടുന്നില്ല. സിംഹം വിടാതെ ആ മനുഷ്യന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാ. അവസാനം ആ മനുഷ്യനെ പേടിച്ച് വിറച്ചുകൊണ്ട് മുന്നോട്ട് ഓടുമ്പോൾ ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയാണ്. അതാ ഒരു കുടുംബനത്തില് ഒരു പൊട്ടക്കിണറ്റിലേക്ക് ആ മനുഷ്യൻ വീഴുകയാ. കാല് തെറ്റിയിട്ട് കിണറ്റിലേക്ക് വീഴുമ്പോ രക്ഷപ്പെടുന്നതിന് കയ്യിലതാ ഒരു മരത്തിന്റെ വേര് കെട്ടുകയാണ്. കയ്യിൽ കെട്ടിയതിൽ കയറി പിടിക്കുകയാ. പടച്ചവനെ ആ മനുഷ്യനതാ പൊട്ടക്കിണറ്റിലേക്ക് വീഴുമ്പോ തനിക്ക് പിടിക്കാൻ ഒരു പിടിവള്ളി പോലെ കിട്ടിയ ഒരു മരത്തിന്റെ ഒരു വേരിലാ മനുഷ്യൻ ഇങ്ങനെ പിടിക്കുകയാണ്. പടച്ചവനെ താഴേക്ക് നോക്കുമ്പോ ആ കിണറ്റിന്റെ അടിയിൽ ഒരു സർപ്പം ആ മനുഷ്യനെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു കുടിക്കകത്തൊരു സർപ്പം ഇങ്ങനെ കാത്തു നിൽക്കുന്നു. മുകളിലേക്ക് നോക്കുമ്പോ സിംഹം ആ മനുഷ്യനെ കാത്തു നിൽക്കുകയാണ്. പടച്ചവനെ അതാ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു, അതാ താഴെ കാണുന്ന സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന സമാധാനത്തോടുകൂടി ആ മനുഷ്യനെ പിടിച്ചു നിൽക്കുന്ന മരത്തിന്റെ പേരിൽ നിന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു വെളുത്ത നിറമുള്ള ഒരു എലി, ഒരു കറുത്ത നിറമുള്ള ഒരു എലി, രണ്ട് എലികളാ മനുഷ്യനെ പിടിച്ചിരിക്കുന്ന മരത്തിന്റെ വേരങ്ങ് തിന്നുകയാണ്. പടച്ചവരെ ആ മനുഷ്യന്റെ ആയുസ് ആ എലികളെ തിന്നു തീർക്കുന്ന സമയം മാത്രമാ. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് മഹാനവറുകൾ പറയുകയാണ്, മുകളിൽ കാത്തു നിൽക്കുന്നതാരെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. ഓരോ ദിവസവും നമ്മുടെ പുറകെ നടന്നിട്ട് മരണത്തിന്റെ സമയത്തെ കുറിച്ച് പറഞ്ഞു തരികയാണ്. പടച്ചവനെയാവതാ മഹാനവറുകൾ പറയുകയാ, താഴെ കിടക്കുന്നത് ഖബറാണ്. ആ എലികൾ ആരെന്നറിയുമോ? അത് രാവും പകലുമാണ്. ഒരു മനുഷ്യന്റെ ആയുസ്സിന് ഇത്രയേ വിലയുള്ളെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് പ്രവാചകനെ പറഞ്ഞതല്ലേ നമ്മുടെ ആയുസ്സിന് വല്ലാത്ത വിലയാ. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും നമ്മുടെ ആയുസ്സിനില്ല. നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ടാണ് ജനിച്ചപ്പോഴേ വലത് ചെവിയിലെ ബാങ്ക് വിളിച്ചത്. കാരണം നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ബാങ്ക് വിളിക്കാൻ സമയമില്ല, ഇഖാമത്ത് കൊടുക്കാൻ സമയമില്ല. കാരണം നീ മരിച്ചാ കാണേണ്ടവരെ കാണിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്ന് കുടിച്ചിടാനേ സമയമുള്ളൂ. അതുകൊണ്ട് നീ ജനിച്ചപ്പോഴേ നിന്റെ ചെവിയിൽ ബാങ്ക് വിളിച്ചു, നിന്റെ ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മരണവണ്ടി കാത്തു നിൽക്കുന്നവരാ. വീട്ടിലേക്ക് എപ്പോഴാണ് മയ്യത്ത് കെട്ടിൽ കിടന്നു വരുന്നത്? എപ്പോഴാണ് മയ്യത്ത് കെട്ടിൽ കടന്നു വരുന്നത്? അത് കാത്തും ഞാനും നിങ്ങളും കാത്തു നിൽക്കുന്നവരാ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന്റെ വിലയെന്ന് മഹാന്മാര് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ ജീവിക്കുമ്പോൾ നിന്റെ കൂടെ ആളുണ്ടാകും, നിനക്ക് കൂട്ടുകാരുണ്ടാകും, എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ ആളുണ്ടാകും, നീ വലിയവനാണെന്ന് പറയാൻ ആളുണ്ടാകും. പക്ഷത്തിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എപ്പോഴാണ് വിജയെന്നറിയുവോ? എപ്പോഴാണ് വിജയിക്കുന്നതെന്നറിയുവോ? ജീവിച്ചിരിക്കുമ്പോഴല്ല, വഅദ് കേൾക്കാൻ ആള് കൂടുമ്പോഴല്ല, പടച്ചവനെ കൂടെ കൂടാൻ കൂട്ടുകാരെ കിട്ടുമ്പോഴല്ല. ഒരു മനുഷ്യന് യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരു മനുഷ്യന് യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയോ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്.
ഫാസ്. ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തില് പടച്ചവരെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിന്റെ കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അല്ലാ ആ തൊണ്ടക്കുടിയിൽ നിന്ന് നിന്റെ റൂഹ് വലിച്ചെടുക്കുന്ന അവസാന സമയമുണ്ടല്ലോ, ആ അവസാന സമയം നിന്നെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ, ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയാൻ അറിയുന്ന, നിനക്ക് നല്ലതുപോലെ ഓർമ്മയുള്ള ഈ ഒരു ദിക്റുണ്ടല്ലോ, നിന്റെ അവസാനത്തെ വാക്കായാൽ നീയാണ് യഥാർത്ഥ വിജയം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ സഹോദരിമാര്, അവസാനം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണേ. ആഖിബത്ത് നന്നാകാൻ, നിന്റെ മരണം നന്നായ, നിന്റെ മരണസമയത്ത് നീ രക്ഷപ്പെട്ട, നീയാണ് യഥാർത്ഥ വിജയം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ നല്ല മരണത്തിന്റെ അടയാളമൊന്ന് പറഞ്ഞു തരുവോ നബിയേ? നല്ല മരണത്തിന്റെ അടയാളം എന്താ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ മയ്യത്ത് കാണുമ്പോഴറിയാ, ഏകദേശം ഒരു മനുഷ്യന്റെ ജനാസ കാണുമ്പോ അവന് നല്ല മരണമാണോ മോശമായ മരണമാണോ തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ. ഇനി മുതൽ മരിച്ച വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയമുള്ളവരെ കാണാ, മയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില അടയാളങ്ങളുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅദ് പറയാൻ അറിയാനും വഅദ് കേൾക്കാൻ വരാനും ഇതിലൊന്നും വല്ല കാര്യം. ഒരു മനുഷ്യന് ഏറ്റവും വലിയ വിജയിയാകുന്നത് അവന്റെ അവസാനം നന്നാക്കുമ്പോഴാ. അല്ലാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ഹാഫിളാന്ന് പറഞ്ഞിട്ടോ ആലിമാണെന്ന് പറഞ്ഞിട്ടോ പ്രഭാഷകനാണെന്ന് പറഞ്ഞിട്ടോ തഴമ്പുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, 2 ദിവസം മുമ്പ് ഒരു വലിയ പ്രഭാഷകന്റെ മകൻ ആത്മഹത്യ ചെയ്തു പോയി. നിങ്ങളായിരിക്കും ആത്മഹത്യക്ക് വല്ലാതെ വർദ്ധിക്കുന്ന കാലം. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദന്മാർ ഉംറയ്ക്ക് പോയിട്ട് വന്ന് സുബഹി നിസ്കരിച്ചിട്ട് കയറി തൂങ്ങിയ ഒരു ചെറുപ്പക്കാരൻ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ച ഒരു മകൻ ഫാനി മഗ്രിബ് നിസ്കരിച്ചിട്ട് കസേര എടുത്തിട്ട് ഫാനി കയറി തൂങ്ങി മരിച്ചു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും തോറ്റുപോകുന്ന സമയം അവിടെ, പരാജയപ്പെട്ടു പോകുന്ന സമയം, ആ സമയമാ പരാജയപ്പെട്ടു പോകുന്നത്. കാരണം എന്ത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്നത് ഉസ്താദ് എന്നെ കൊണ്ട് പറ്റൂ, ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, എനിക്ക് നല്ല ഓർമ്മയാ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കല്ലേ, എന്നെ കൊണ്ട് പറ്റൂന്നാ നമ്മൾ വിചാരിച്ചിരിക്കണേ. ആരാ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുമെന്ന്? ഒരു മനുഷ്യന്റെ തടമ്പിലൊന്നുമല്ല കാര്യം. ഒരു മനുഷ്യന്റെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. ഒരാൾക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ കഴിയുമായിരുന്നെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവേ ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗത്ത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടി, വിശുദ്ധമായ കഅബാലയം. ആ കഅബാലയം വാപ്പയും മകനും കൂടാണ് പണിതത്. അവസാനം കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ചെയ്ത ഖുർആനിൽ കാണാ, ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ചെയ്ത ദുആ പരിശുദ്ധമായ ഖുർആനിൽ കാണാ. എന്താണ് ദുആ ചെയ്തത്? പടച്ചവരെ, ഈ സൽക്കർമ്മത്തിനെ സ്വീകരിക്കണേ അല്ലാ. എന്നിട്ട് പറയുന്നു, നാഥാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ആരാ? അല്ലാഹുവിന്റെ ഖലീല. ഓരോ
വഖത്ത് നിസ്കാരത്തിലും ഇബ്രാഹിമി സലാത്ത് പറയുന്നവരാ. പടച്ചവനെ, ആ ഇബ്രാഹിം നബിയാണ് പടച്ചവനോട് ഒരു പള്ളി കെട്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാ. അള്ളാഹുവേ, എന്നെ നീ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഇബ്രാഹിം നബി കുറപ്പില്ലായിരുന്നു വാപ്പാ, ഇബ്രാഹിം നബി കുറപ്പില്ലായിരുന്നു വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പടച്ചവന് ഈജിപ്തിന്റെ ഭരണാധികാരം തന്റെ കയ്യിലേക്ക് കിട്ടുമ്പോ യൂസുഫ് നബി അള്ളാഹുവിനോട് ചെയ്ത ദുആ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തേ ദുആ എന്നറിയുവോ? അള്ളാഹുവേ, യൂസുഫ് നബി പടച്ചവനോട് പറയുന്നു, നാഥാ, എനിക്ക് സ്വപ്നവ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു തന്നു, അടിമയായി എനിക്ക് നീ ഈജിപ്തിന്റെ അധികാരം തന്നു. പക്ഷേ യൂസുഫിന് വേണ്ടത് എന്തെന്നറിയോ? എന്റെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയോ? ഞാൻ എന്തിനാണ് ജീവിക്കുന്നതെന്നറിയോ? തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. യൂസുഫ് നബി ദുആ ചെയ്തത് എങ്ങനെയാ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സ്വലാത്ത് പറഞ്ഞുകൊണ്ട് ശരീരം മറച്ചുകൊണ്ട് വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മമാരെ, നിനക്കും അങ്ങനെ ഉറപ്പ് വേണ്ട, നിനക്കും അങ്ങനെ ഉറപ്പ് വേണ്ട. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരയുകയാണ്. ലോകത്തിന്റെ നേതാവ് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് എന്തോ പറയുകയാ, വല്ലാതെ കരയുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എന്താണ് പ്രവാചകൻ പറയുന്നതെന്ന് നോക്കുമ്പോ അവിടെന്ന് പറയുന്നു, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ, എന്റെ ഹൃദയത്തെ ഈമാനിൽ, എന്റെ ഹൃദയത്തെ ഇസ്ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ദുആ ചെയ്തത് എങ്ങനെയാണ്? ആയിഷ ബീബി ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ? അങ്ങയ്ക്കും ഉറപ്പില്ലേ നബിയേ? ആയിഷ, നൂലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടം പോലെയാണ് ആയിഷ. എപ്പോ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും അത് തിരിഞ്ഞു പോകാം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് മുസ്ലിമായിട്ടാണ്. എന്റെ പ്രിയമുള്ളവര്, ജീവിക്കുന്ന കാലത്തോളം മുസ്ലിമായി ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് കാഫിറായി ചത്തുപോയ എത്രയോ പേരുടെ ചരിത്രം അല്ലാഹുവിന്റെ ഖുർആനിലും ഹദീസിലും കാണാം. എങ്കിലും മരിക്കുന്ന കാലം വരെ കാഫിറായി ജീവിച്ചിട്ട് അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് പടച്ചവനെ, സ്വർഗത്തിന്റെ അവകാശികളെ പോലെ മരണപ്പെട്ട എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വലിയ ഉറപ്പൊന്നും വേണ്ട, പ്രതീക്ഷ വെക്കലല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മോശമായ മരണത്തിന്റെ അടയാളം എന്താണ് നബിയേ? മോശമായ മരണത്തിന്റെ അടയാളം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, മോശമായ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? മോശമായ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം അള്ളാന്റെ റസൂല് പറയുകയാ, അവന്റെ നിറമങ്ങ് മാറുകയാണ്. കാണാൻ സുന്ദരനായിരുന്നു, വല്ലാത്ത സൗന്ദര്യമുള്ളവളായിരുന്നു. പക്ഷേ മരിച്ചു കിടക്കുമ്പോ മുഖത്ത് നോക്കാൻ പേടിയാ. ഒരേ ഒരു പ്രാവശ്യമേ നോക്കാൻ കഴിയുന്നുള്ളൂ, പിന്നെ നോക്കാൻ പേടിയാണ്. കാരണം മുഖമെല്ലാം കറുത്തു കരിനീലിച്ച് കിടക്കുകയാ. രണ്ടാമത്തെ അടയാളം എന്തേ? പടച്ചവനെ, വായിലൂടെ നൊരയും പതയും ഇങ്ങനെ വരികയാണ്. മൂന്നാമത്തെ അടയാളം എന്ത്? മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ, മൃഗങ്ങൾ കിടന്ന് വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ചാണ് അവന് മരണപ്പെടുന്നത്. നാല്, അവൻ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര്, എങ്ങനെയാ അവന്റെ മുഖം കറുക്കാതിരിക്കുന്നത്? അവൻ എങ്ങനെയാ മലമൂത്ര വിസർജനം നടത്താതിരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കൽ അസ്റായിലിനോട് ചോദിച്ചു, അസ്റായിലേ, നീ എങ്ങനെയാണ് മോശമായ ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കാൻ പോകുന്നത് എങ്ങനെയാണ് എനിക്കൊന്ന് കാണിച്ചു തരുവോ? അസ്റായിൽ പറഞ്ഞു, ഇല്ല നബിയേ, നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നബിയേ, നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നബിയേ. ഇബ്രാഹിം നബി പറഞ്ഞു, എനിക്ക് കാണണം അസ്റായിൽ. അവിടെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവരെ, ആകാശം വരെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. വല്ലാത്ത ദുർഗന്ധമാ, നരകത്തിന്റെ തീപന്തമാ. അതാ അസ്റായിലിന്റെ മുഖത്തുകൂടെ ഇങ്ങനെ തീ കത്തുകയാണ്. കാണേണ്ട താമസം ഇബ്രാഹിം നബി ബോധം കെട്ട് വീഴുകയാ. അവിടെന്ന് ബോധം നഷ്ടപ്പെട്ടു. തിരിച്ചു വന്നപ്പോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന, അസ്റായിലേ, എന്തിനാ ഖബറിന്റെ ശിക്ഷ? എന്തിനാ നരകത്തിന്റെ ശിക്ഷ? എന്തിനാ മഹ്ശറയുടെ ശിക്ഷ? എന്തിനാ? ഈ ഒരൊറ്റ ഒരു കാഴ്ച മതിയല്ലോ. നിന്നെ കണ്ടാൽ തന്നെ അവൻ നശിച്ചു പോകുമല്ലോ അസ്റായീൽ. പടച്ചവനെ, ഭയാനകമായ ശിക്ഷയാ. അല്ലാഹുവേ, ഇബ്രാഹിം നബിയോട് പടച്ച റബ്ബ് ചോദിച്ചു, ഇബ്രാഹിം, മരണം എങ്ങനെയുണ്ടായിരുന്നു? ഇബ്രാഹിം കരഞ്ഞുകൊണ്ട് പറയുകയാ, ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് പറയുകയാ, നാദാ, പടച്ചവനെ, ഒരു നനഞ്ഞ ഒരു വസ്തുവുണ്ടല്ലോ, ഒരു നനഞ്ഞ പന്നി, അതാ മുള്ളിന്റെ കത്തിട്ടിട്ട് വലിച്ചു പറിക്കുന്നത് പോലെ 365 നരമ്പുകള് ഒരുമിച്ച് വലിച്ചെടുക്കുന്ന വേദനയായിരുന്നു. ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് പറയുകയാ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു, യാ മൂസാ, മരണം എങ്ങനെയുണ്ടായിരുന്നു മൂസാ? അല്ലാഹുവേ, തിളച്ച എണ്ണക്കകത്ത് ജീവനുള്ള ഒരു കുരുവിയെ ഇട്ട് കരിക്കുന്ന വേദനയായിരുന്നു അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഈ വേദന എങ്ങനെയാ താങ്ങാൻ കഴിയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവരെ, മലക്കുകൾ ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോ, മലക്കുകൾ ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാ കഴിയില്ലല്ലോ. മലക്കിനെ കാണുമ്പോഴേ പിടഞ്ഞു വീഴുകയാ, മലക്കിനെ കാണുമ്പോഴേ പിടഞ്ഞു വീഴുകയാ. അല്ലാ, ഭയാനകമായ രൂപത്തില് പടച്ചവനെ അതാ നരകത്തിന്റെ വസ്ത്രം ധരിച്ചു ദുർഗന്ധമടിക്കുന്ന അവസ്ഥയിലെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എടാ നശിച്ചവന്, എടാ നഷ്ടവാളിയെ, നരകത്തിനെ കൊണ്ടവനോട് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുകയാ. കാണടാ, നിനക്ക് അല്ലാഹു തരുന്ന നരകം കാണടോ. മലക്കുകൾ ഇങ്ങനെ നരകം കാണിച്ചു കൊടുക്കുകയാണ്. പടച്ചവനെ അവന്റെ ചാരത്തേക്ക് ഇറങ്ങി വന്നു. റൂഹ് കിടന്നു ഓടുകയാണ്, പിടികൊടുക്കാതെ കിടന്നു ഓടുകയാണ്. ആ സമയത്ത് മലക്കുകൾ പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ വളന്ന അന്നഹുൽ ഫിറാഖ വൽതഫത്തി സാഖു ബിസാഖ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മലക്കുകളെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് പറയുകയാ, ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകുകയാണ്, നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണ്, തല്ലുകയാണ്, അവനെ തല്ലിച്ചതയ്ക്കുകയാ. 70,000 മലക്കുകള് അവന്റെ ശരീരത്തെ തല്ലി തല്ലി അവന്റെ റൂഹിനെ ഇങ്ങനെ പിടിച്ചെടുക്കുകയാ. അല്ലാഹുവേ, എങ്ങനെയാണ് അവനെ മലമൂത്ര വിസർജനം നടത്താതിരിക്കുക? പടച്ചവനെ, ഭയാനകമായൊരവസ്ഥയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ള പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ചില ആൾക്കാരുണ്ടല്ലോ, 5 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, ഈ സദസ്സിലിരിക്കുന്നവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ
ഏറ്റവും വലിയ മോഹം മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറാ. നമ്മളെല്ലാവരും അത് പഠിച്ചു വെച്ചിരിക്കുകയാ, എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റാണ്. എങ്കിലും മരണസമയത്ത് ആരെങ്കിലും ഈ സദസ്സിലിരിക്കുന്ന 5 വിഭാഗം ആൾക്കാരുണ്ടല്ലോ, അവര് മരിക്കാൻ കിടക്കുമ്പോ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ അവന്റെ നാവ് പൊക്കിയിട്ട് പറയാൻ കഴിയില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ആരാ നബിയേ, മരണസമയത്തു ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത, നാവ് പൊങ്ങാത്ത ആ നഷ്ടമാളികൾ ആരാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, മരണസമയത്ത് നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നമസ്കരിക്കാത്തവനല്ല, കാരണം അവൻ മുസ്ലിമല്ലല്ലോ. നമസ്കരിക്കാത്തവന് മുസ്ലിമല്ലല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാ അവന് കാഫിറാണെന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ല. അവൻ എങ്ങനെയാ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നതെന്നറിയുമോ? അവന് മരണസമയം അല്ലാഹുവേ ഒരു നല്ല മരണമില്ല. നാളെ പരലോകത്ത് കടന്നു വരുന്നത് പന്നിയുടെ കോലത്തിലാ. പടച്ചവനെ, ഏത് മുസ്ലിം പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് ഖബറടക്കിയാൽ നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതി കഴിയുമ്പോ അവന് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാ. പന്നിയുടെ കോലത്തില് അവൻ നാളെ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കാഴ്ച കാണുകയാ. ഒരു ഭയാനകമായ കാഴ്ച. നിസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ വലിയ വലിയ പാറക്കഷ്ണങ്ങളതാ ചില ആൾക്കാരുടെ തലയിലേക്ക് എടുത്തിടുകയാണ്. പപ്പടം പൊടിയുന്നത് പോലെ അവന്റെ തലയങ്ങ് പൊട്ടിച്ചിതറുകയാണ്. പടച്ചവനെ, മലക്കുകൾ താഴെ വീണ കല്ലെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ് തല പഴയ രൂപത്തിലേക്ക് തന്നെയാവുകയാ. പിന്നെയും അവന്റെ തലയുടെ മുകളിൽ പാറയിടുകയാണ്. ഇതുപോലെ വല്ലാത്ത ക്രൂരമായ ഒരു ശിക്ഷ ഇങ്ങനെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീൽ മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്, പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ ആ വിളിക്ക് ഉത്തരം നൽകാത്തവനുള്ള ശിക്ഷയാണ് നബിയേ എന്നിവിടെന്ന് പറഞ്ഞു കൊടുത്തെങ്കില്, എന്റെ പ്രിയമുള്ളവര്, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത, നാവ് പൊങ്ങാത്ത ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുവോ? നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാ. നമ്മളിൽ പലരും നിസ്കരിക്കുന്നവരോ നമ്മുടെ നിസ്കാരത്തിനെ കുറിച്ച് എന്തേ നമ്മൾ ഇന്ന് വരെ ചിന്തിക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതി കൊടുക്കുകയാ. മഗ്രിബ് നമസ്കാരത്തിൽ പള്ളിയിലെ ഖതീബന്മാർ ഓതുമല്ലോ, അറഅയ്തല്ലദീ യുകല്ലിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ.
فويل للمصلين فويل للمصلين വൈലെന്ന് പറയുന്ന നരകമാർക്കുള്ളതാണെന്നറിയുവോ? വൈലെന്ന് പറയുന്ന നരകമാർക്കുള്ളതാ. അത് നമസ്കരിക്കുന്നവർക്കാ, അത് നമസ്കരിക്കാത്തവനല്ലോ. വൈലെന്ന് പറയുന്ന പടച്ചറപ്പിന്റെ നരകത്തിലെ ഒരു നരകമുണ്ടല്ലോ, ആ വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവനുള്ളതാ. സഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ടോ? നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. എങ്ങനെ നമസ്കരിക്കുന്നവരെന്നറിയോ? നമ്മളെ പോലെ നിസ്കരിക്കുന്നവർക്ക്, നമ്മളെ പോലെ പടച്ചവനെ ഇന്ന് നമ്മുടെ നമസ്കാരം കണ്ട പടച്ചവനെ ഒരു കളിയാണല്ലോ. അല്ലാഹുവേ, പടച്ചവനെ കോമാളിത്തരം കാണിക്കുന്നത് പോലെയാ. എന്തെല്ലാം രീതിയിലാണ് നിസ്കരിക്കുന്നത്. അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ചിന്ത എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. എന്റെ പ്രിയമുള്ളവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോ ഒരു മനുഷ്യൻ നിന്നൊരു ചെറുപ്പക്കാരൻ നിന്ന് നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേടാ? നിനക്ക് പടച്ചറപ്പിനെ പേടിയില്ലേ? കാരണം എന്തെന്നറിയോ? നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് തന്റെ നാടിയൊന്ന് നേരെയാക്കി, നമസ്കരിക്കുന്ന സമയത്ത് താടി പിടിച്ചിട്ടൊന്ന് നേരെയാക്കി. ഈ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? ഈ രീതിയിലാണ് നീ മരിക്കുന്നതെങ്കിൽ എന്റെ സമുദായത്തിൽ പെട്ടിട്ടാണ് നീ മരിച്ചതെന്ന് കരുതല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥകളെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോ ശൈത്താന് പോലും വല്ലാത്ത ചിരിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, സ്വർഗത്തിൽ പോകാൻ ഒരുപാട് അമല് വേണ്ടടാ. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് വേണോ? ഒരുപാട് സൽക്കർമ്മമൊന്നും വേണ്ട, രണ്ടേ റക്അത്ത് മതിയടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരു മനുഷ്യര് ഒരൊറ്റ വഖത്ത് മതി നിനക്ക് സ്വർഗത്തിൽ പോകാ. ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവേ ഒരു വഖത്ത് നമസ്കരിച്ചു കഴിയുമ്പോ, അതാ നാളത്തെ സുബഹി നിങ്ങളാരെങ്കിലും നല്ല നിലയിൽ നമസ്കരിച്ചു കഴിഞ്ഞാ നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെക്കുകയാ. നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് നിന്റെ പേരങ്ങ് മാച്ചു കളയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മ പ്രസവിച്ചതുപോലെ മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നമസ്കരിക്കുന്ന സമയത്ത് അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യനെ കൈകെട്ടുമ്പോ ഇടതുഭാഗത്തൊരു ശൈത്താൻ നിൽക്കുകയാണ്, ഇടതുഭാഗത്ത് ശൈത്താൻ നിൽക്കുകയാണ്, വലതുഭാഗത്ത് മലക്ക് നിൽക്കുകയാണ്. നമസ്കരിക്കാൻ കൈകെട്ടി കഴിയുമ്പോ മറന്നുപോയ പഴയ കാര്യങ്ങൾ മുഴുവനും ശൈത്താൻ നമ്മളോട് ചെവിയിൽ പറഞ്ഞു തരികയാ. അതുകൊണ്ടാ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ മറന്നുപോയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത്, പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. കാരണം ശൈത്താൻ അടുത്ത് നിന്ന് പറയുകയാ. ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയുന്നു, മനുഷ്യ എവിടെയാ നിൽക്കുന്നതെന്നറിയോ? എടാ, അല്ലാഹുവിന്റെ മുന്നിലാണ്, അല്ലാഹുവിന്റെ മുന്നിലാ നീ നിൽക്കുന്നത്. അവൻ പറയുന്നത് നീ കേൾക്കല്ലേ? പടച്ചവനെ, മലക്കിങ്ങനെ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ റുകൂഉം സുജൂദുമൊക്കെ എന്തൊരു ധൃതിയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സുജൂദിനെ ദീർഘിപ്പിക്കണം പൊന്നുമോരെ. പെട്ടെന്ന് കാക്ക കൊത്തുന്നത് പോലെ കൊത്തികെട്ടി എഴുന്നേറ്റ് ഓടല്ലേടാ ചെറുപ്പക്കാരാ. മോനെ, സുജൂദിൽ ഒരുപാട് സമയം കിടക്കണം, സുജൂദിൽ ഒരുപാട് സമയം കിടക്കണം. കാരണം എന്തെന്നറിയോ? അല്ലാഹുവേ,
സദാ നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും നമ്മുടെ തലയുടെ മുകളിലേക്ക് കടന്നു വരികയാ. സുജൂദ് ചെയ്യുമ്പോ അല്ലാഹുവേ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. റബ്ബേ, ഉണക്കമരത്തിൽ നിന്ന് ഇല പൊഴിയുന്നത് പോലെ സുജൂദിൽ കിടക്കുമ്പോ നമ്മൾ ചെയ്ത പാപങ്ങൾ പൊടിഞ്ഞു വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സുജൂദിന്റെ സമയത്ത് ശരീരത്തില് അവയവങ്ങൾ മുഴുവനും താഴെ നല്ലതുപോലെ വെക്കണമെന്നാ. അല്ലാഹുവേ, നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ, നിന്റെ മൂക്കുണ്ടല്ലോ, നിന്റെ 2 കൈപ്പത്തികളുണ്ടല്ലോ, നിന്റെ 2 കാൽമുട്ടുകളുണ്ടല്ലോ, നിന്റെ കാലിന്റെ വിരലുകളുണ്ടല്ലോ, ഇതെല്ലാം ഭൂമിയിൽ ഇങ്ങനെ സുജൂദ് ചെയ്യണമെന്നാണ്. ആ സമയത്ത് ഈ അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവം നീ തൊടാതെ ഇരുന്നാ ആ ഒരു അവയവം നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവര്, നീ സുജൂദിൽ അതാ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ മൂക്ക് സുജൂദ് ചെയ്തില്ലെങ്കിൽ, നീ സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ മൂക്ക് ഭൂമിയിൽ വെച്ചില്ലെങ്കിൽ മൂക്ക് ശപിക്കുകയാ അല്ലാ. പടച്ചവനെ, ഇവനെ വെറുതെ വിടല്ലേ അല്ലാ. പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നമസ്കരിച്ച് കഴിയുമ്പോ, സലാം വീട്ടി കഴിയുമ്പോ മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, വഅബ്ശിറൂ, അവിടുന്ന് നിനക്ക് സന്തോഷ വാർത്ത പറയുകയാ. ഭാഗ്യവാനാണോ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടിയവരോ, നീ സ്വർഗത്തിന്റെ അവകാശിയോ, നിന്റെ പേര് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലുണ്ട്. അല്ലാഹുവേ, നമസ്കരിക്കുന്ന സമയത്ത് ഭയഭക്തിയോടുകൂടി നിസ്കരിച്ച മനുഷ്യനോട് മലക്ക് പറയുകയാ, ശൈത്താനെ പിൻപറ്റിയ വാപ്പാ. മലക്ക് പറയുന്നു, എടാ വൃത്തികെട്ടവര്, എടാ നഷ്ടവാളി, അല്ലാഹു തന്ന അവസരം നീ പാഴാക്കി കളഞ്ഞല്ലോ. നീ നരകവാസിയാടാ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതിയടോ എന്ന് മലക്ക് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയുവോ? എങ്ങനെയാ നിസ്കരിക്കേണ്ടതെന്നറിയുവോ? സഹാബികളുടെ നിസ്കാരം എങ്ങനെയായിരുന്നെന്നറിയുവോ? മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു കാലിന്റെ വിരലിൽ ഇങ്ങനെ പഴുക്കുകയാണ്, കാലിന്റെ വിരലിങ്ങനെ പഴുക്കുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് കാലിന്റെ വിരല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ മുറിച്ചു മാറ്റൂല, എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യണം. പടച്ചവനെ, വിരലിൽ നിന്ന് പാല് പഴുപ്പ് കയറിയിട്ട് തന്റെ കാൽപ്പത്തി മുഴുവനും പഴുപ്പായി. വൈദ്യന്മാരെപ്പോഴും പറഞ്ഞു മുറിച്ചു മാറ്റണമെന്ന്. ഉർവതങ്ങൾ സമ്മതിച്ചില്ല, പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, മുട്ടിന്റെ ഭാഗത്ത് വെച്ച് കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഇനിയും പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിക്കുകയാ. അവസാനം വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ഒരു പാത്രത്തിൽ കുറച്ച് കള്ള് കൊണ്ടുവന്നിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുകയാ. തങ്ങള് ഇത് കുടിക്കുതങ്ങള്, കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാരാ. അല്ലാഹുവേ, ഉർവതങ്ങള് പറഞ്ഞു, ഞാൻ ഒരിക്കലും കള്ളു കുടിക്കൂല. അവസാനം അവിടെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരേ? ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാ. അല്ലാഹുവേ, ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുന്നു, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ച് മാറ്റിക്കോ. അവിടെന്ന് ഉതുപെടുക്കുകയാ, മുസല്ലിയിലേക്ക് കയറി നിന്നു. അവിടെന്ന് പടച്ചവരെ നിയ്യത്ത് ചെയ്തിട്ട് കൈകെട്ടുകയാ. ഫാത്തിഹ ഓതി സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോ വൈദ്യന്മാര് കാല് മുറിക്കുകയാ. ഒരു മരുന്നും കൊടുക്കാതെ,
ഒരു മരുന്നും കൊടുക്കാതെ ഒന്നും മരവിപ്പിക്കാതെ പടച്ചവരെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റളിയല്ലാഹു തആല അൻഹുവിന്റെ പച്ച ശരീരത്തിൽ നിന്ന് കാലങ്ങ് മുറിക്കുകയാണ്. ഉർവതങ്ങൾ അറിഞ്ഞില്ല ചെറുപ്പക്കാരാ. മോനെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അതാണടാ. മോനെ പച്ച ശരീരത്തിൽ നിന്ന് ഞാനും നിങ്ങളും നിസ്കരിക്കുമ്പോ ഒരു കൊതുക് കടിച്ചാൽ അറിയുമല്ലോ, ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുക് പറന്നാൽ അറിയുമല്ലോ, ഒരു ഉറുമ്പ് കടിച്ചാൽ അറിയുമല്ലോ. റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് വൈദ്യന്മാര് മുറിച്ചു മാറ്റുകയാ. തങ്ങളറിഞ്ഞില്ല. അവസാനം രക്തം നിൽക്കാതെ ഇങ്ങനെ ഒലിക്കുകയാണ്. ആ സമയത്ത് സൈത്തന്നെ തിളപ്പിച്ചിട്ട് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് തിളച്ച എണ്ണയ്ക്കകത്ത് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ് പിടഞ്ഞു വീഴുകയാ. ബോധമങ്ങ് നഷ്ടപ്പെട്ടു. ഉർവതങ്ങളുടെ കാല് മുറിച്ച കാര്യം ആരാ പറയുന്നത്? ബോധം തിരിച്ചു വരുമ്പോ ആരാണ് പറയുന്നത്? വൈദ്യന്മാര് മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ അല്ലാഹു കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരണപ്പെടുകയാ. തന്റെ ഏറ്റവും ചെറിയ മകൻ മരണപ്പെട്ടു. അല്ലാഹുവേ, എല്ലാവരും വല്ലാത്ത വിഷമത്തിലാണ്. ആരാണിത് പറയുന്നത്? ഉർവതങ്ങൾക്ക് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. ഉർവതങ്ങള് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. കാല് മുറിച്ച് മാറ്റിയെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്. തങ്ങളെ നിങ്ങളുടെ ഏറ്റവും ചെറിയ മകന് കുതിരയുടെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെട്ടു തങ്ങള്. ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. എന്തേ തങ്ങള് കാല് മുറിച്ചെന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് പറഞ്ഞതെന്തിനാ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരെണ്ണം എനിക്ക് അല്ലാഹു ബാക്കി വെച്ചല്ലോ. എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, അല്ലാഹു ബാക്കി മക്കളെ എനിക്ക് ആയുസോടുകൂടി തിരിച്ചു തന്നല്ലോ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉർവതങ്ങൾ കടന്ന് കരയുകയാ. എന്തിനാ തങ്ങളെ കരയുന്നത്? ഇനി എനിക്കൊരുപാട് നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. ഒരുപാട് നേരം എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഒരു കാലല്ലേ ഉള്ളൂ. ചെറുപ്പക്കാരാ, ഇങ്ങനെ നിസ്കരിച്ചാ സ്വർഗവാടാ. ഇതുപോലെ നിസ്കരിച്ച ഒരൊറ്റ വഖത്ത് മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ. ഒരേ ഒരു വഖത്ത് മതി സ്വർഗത്തിൽ പോകാൻ. എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരം വല്ലാത്ത സുഖമുള്ളതാ. വല്ലാതെ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുകയല്ലേ. അതാ ഒന്നുപെടുക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഈ വഅദിന് വന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിന് പറയാൻ കഴിയുമോ, അല്ലാഹുവേ, ഒരു മഹാൻ ഒന്നുപെടുക്കുമ്പോ കരയുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവിടെ നിന്ന് നിറമങ്ങു മാറുകയാ. ഒന്നുപെടുക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നിറമങ്ങ് മാറുകയാണ്. ജനങ്ങൾ ചോദിച്ചു, എന്തിനാ തങ്ങളെ ഒന്നുപെടുക്കുമ്പോ കരയുന്നത്? അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, എന്തിനാ ഞാൻ ഒന്നുപെടുക്കുന്നതെന്നറിയോ? അല്ലാഹുവെ കാണാനാടാ. ഒന്നുപെടുക്കുന്നത്. എങ്ങനെ കരയാതിരിക്കും? ചെറുപ്പക്കാരാ, വാപ്പാവുന്നോ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നുപെടുക്കുമ്പോ ഞാനോ നിങ്ങളോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിനെ കാണാനാ ഒന്നുപെടുക്കുന്നത്. നമ്മൾ ഇന്ന് വരെ കരഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളെ കൊല്ലുന്നതിന് വേണ്ടി തൂക്കുകയറ് കഴുത്തിലിട്ട് നിർത്തിയിരിക്കുകയാ. ഹുബൈബ് അവസാനം അവിടെന്ന് ചോദിച്ചു, നിന്നെ കൊല്ലാൻ
പോവുകയാടാ, ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ, നിനക്ക് വല്ല മോഹവുമുണ്ടോ, വല്ല അഭിലാഷവുമുണ്ടോ? ഉബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്കൊന്ന് 2 റക്അത്ത് നിസ്കരിക്കണം, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. അല്ലാഹുവേ, വുളുവെടുത്തിട്ട് നിസ്കരിച്ചു. പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞു. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, പടച്ചവരേ, എപ്പോഴും ഞാൻ നിസ്കരിക്കുമ്പോ വലിയ വലിയ സൂറത്തോതിയിട്ടാ നിസ്കരിക്കാറ്. ഇന്ന് ചെറിയ സൂറത്തോതിയിട്ട് നിസ്കരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാ, എന്റെ നമസ്കാരം നീട്ടിയാ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ടാണ് റബ്ബേ എന്റെ നമസ്കാരം പെട്ടെന്ന് ചുരുക്കിയതല്ലാ. ഇനി എനിക്കതിനുള്ള ഭാഗ്യമില്ലല്ലോ. തന്റെ മരണസമയത്ത് ചോദിച്ച അഭിലാഷം, തന്റെ അവസാനത്തെ അഭിലാഷവും നിസ്കരിക്കണമെന്നായിരുന്നു പൊന്നുമോന്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നമസ്കാരത്തിൽ അലസത കാണിക്കുന്നവന്റെ ആഖിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന മനുഷ്യ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അലിയാർ തങ്ങൾ പറയുകയാ, 6 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെടും. 30 കൊല്ലം നിസ്കരിച്ചത്, ഖുർആൻ ഓതിയത്, സ്വലാത്തുകൾ പറഞ്ഞത്, സദഖകൾ കൊടുത്തത് എല്ലാ ഒരൊറ്റ വാക്കിൽ തീരും. ചെറുപ്പക്കാരാ, 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന 6 സമയങ്ങളിൽ സംസാരിച്ച ദുനിയാവിന്റെ കാര്യം പറഞ്ഞ നഷ്ടപ്പെട്ടു പോകുമെന്ന് അലിയാർ തങ്ങൾ പറയുമ്പോ, ഒന്നാമത്തെ സമയമേതാ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ച റബ്ബിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, അതുകൊണ്ടാണ് വിവരമുള്ള അള്ളാനെ പേടിയുള്ള വാപ്പമാര് ഒന്നുവെടുത്തുകൊണ്ട് നിന്നാലും ബാങ്ക് വിളിച്ച ഒന്നുവെടുക്കുന്നത് നിർത്തുകയാ. കാരണം ഒന്നുവെടുക്കുമ്പോ ശരീരത്തിന്റെ പല അവയവങ്ങൾ കഴുകുമ്പോ പല ദുആകളും പറയാനുണ്ട്. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഒന്നുവെടുത്തുകൊണ്ട് നിന്നാലും നിർത്തുകയാ. കാരണം അവർക്ക് അള്ളാനെ പേടിയുണ്ടായിരുന്നു, അവർക്ക് ചെയ്ത അമല് നഷ്ടപ്പെടുത്താൻ പേടിയായിരുന്നു. എങ്കിലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യർ ആ ബാങ്കിന്റെ ജവാബല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ 30 വർഷത്തെ അമല് നഷ്ടപ്പെടുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, 2 അല്ലാഹു നിനക്കൊരു നല്ല മരണം തരൂല വാപ്പാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച സമയത്ത് നീ സംസാരിച്ച നിന്റെ നാവുണ്ടല്ലോ, അത് പൊങ്ങിയിട്ട് ആര് പറഞ്ഞു തന്നാൽ ആ നാവ് കൊണ്ട് മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പെങ്ങളെ മറക്കല്ലേ പൊന്നുമോളി, നീ അടുക്കളയിലാണ്, വീടിന്റെ അകത്താണ്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് മിണ്ടാതിരുന്നില്ലെങ്കിൽ സംസാരിച്ചാ നിന്റെ ആഖിബത്ത് മോശമാ മോളി. ആ സമയത്ത് നിനക്ക് കളിയാണല്ലോ, തമാശയാണല്ലോ, കോമഡി പറഞ്ഞ് ചിരിക്കുന്ന സമയമാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളത്തെ ഇവിടത്തെ പള്ളിക്കാട്ടിൽ നിന്ന് നീ എഴുന്നേറ്റ് വരുന്ന കോലം എങ്ങനെയെന്നറിയോ? അല്ലാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ച പെങ്ങള് നിന്നെ പരലോകത്ത് വെച്ച് കാണുമ്പോ തിരിച്ചറിയാമോളെ, പട്ടിയുടെ തലയാ പെണ്ണ്, പട്ടിയുടെ രൂപത്തിലാണ് നീ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നതെന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ അവന്റെ ആഖിബത്ത് മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ കാര്യം,
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത മൂന്നാമത്തെ നഷ്ടവാളി ആരെന്നറിയോ? അത് കള്ളു കുടിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കള്ളു കുടിക്കുന്നവനുണ്ടല്ലോ, പടച്ചവനെ ഹറാമാണല്ലോ, കള്ളു കുടിക്കൽ ഹറാമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, മൂന്ന് വിഭാഗം ആൾക്കാർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല. മൂന്ന് വിഭാഗം ആൾക്കാർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതിലെ ഒരു വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, തൊണ്ടക്കുഴിക്ക് താഴെ കള്ളിറക്കിയവനാണ്. കള്ളു കുടിച്ചവന് സ്വർഗ്ഗത്തിൽ കടക്കില്ല, അവന് സ്വർഗ്ഗം ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഈ കള്ളു കുടിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ഇതുകൊണ്ടുള്ള നേട്ടം എന്തെന്നറിയുവോ? പടച്ചവനെ, ശത്രുതയാണ്, മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ശത്രുതയാണ്. അല്ലാഹുവേ, പടച്ചവനെ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണയുണ്ടല്ലോ, അത് ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയലാ. ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെന്ന് പറഞ്ഞു തരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ 40 ദിവസം അവന്റെ ദുആ സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ, കള്ളൊക്കെ ഇന്ന് മാറിയല്ലോ, ഇന്ന് കള്ളുകുടിയില്ലല്ലോ, ഇന്ന് മയക്കുമരുന്നാണല്ലോ, കഞ്ചാവടിക്കുകയാണല്ലോ. സ്കൂളിൽ കുടി പഠിക്കുന്ന കുട്ടികൾ പോലും ഇന്ന് മയക്കുമരുന്നിന്റെ അടിമകളാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ചെറുപ്പക്കാരാ, സ്വർഗമില്ലടാ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കൂല. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ മൻ ശരിബൽ ഖംറ ഖുറൂജു നൂറുൽ ഈമാൻ, അല്ലാഹുവേ, ഒരു തുള്ളി കള്ളവന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറക്കി കഴിഞ്ഞാൽ അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാ. അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി, അവന്റെ ഈമാൻ അല്ലാഹു ഊരിയെടുക്കുകയാണ്. പിന്നെ അവര് പടച്ചറപ്പിന്റെ മുന്നിൽ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞു, തൗബ ചെയ്യാതെ ആ ഈമാനെ തിരിച്ചു കിട്ടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവനൊരു നല്ല മരണമില്ലോ. അവൻ എവിടെയാണ് കിടക്കുന്നതെന്നറിയുമോ? അവൻ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, സ്വഹാബാ, നഹ്റുൽ ഖിബാൽ, നഹ്റുൽ ഖിബാൽ. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, വമാ നഹ്റുൽ ഖിബാൽ, കള്ളു കുടിക്കുന്നവന് നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവേ, നെഹ്റുൽ ഖിബാൽ എന്ന് പറയുന്ന ഒരു നദിയുണ്ട് നരകത്തിന്റെ അടിത്തട്ടില്. നെഹ്റുൽ ഖിബാൽ എന്ന് പറയുന്ന ഒരു നദിയിലാണ് കള്ളുകുടിയന് കിടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ സഹാബികൾ ചോദിച്ചു, നബിയേ, നെഹ്റുൽ ഖിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? സഹാബാ, നരകവാസികളുടെ ചലമൊഴുകുന്ന നദിയാണ് സഹാബാ. നരകവാസികളുണ്ടല്ലോ, നരകവാസികളുണ്ടല്ലോ, അവരുടെ ശരീരത്ത് നിന്ന് വീഴുന്ന ചീഞ്ചലമൊഴുകുന്ന നദിക്കാണ് അതാ നഹ്റുൽ ഖിബാൽ എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, കള്ളുകുടിയൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? ഒന്ന്, അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാ. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കള്ളുകുടിച്ചിട്ടുള്ളവരെ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തോ, ഇല്ലെങ്കിൽ ഒന്ന്, അല്ലാഹു നിന്റെ ഈമാൻ ഊരി മാറ്റുകയാ. രണ്ട്,
ഉണ്ട്. പടച്ചവരെ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. 3, അല്ലാഹു നിനക്ക് നല്ല മരണം തരൂല. നിന്റെ ആഖിബത്ത് മോശമാ, നിന്റെ ആഖിബത്ത് മോശമാ. 4, പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അവന്റെ ജനാസ കൊണ്ടുപോയി കബറടക്കിയ, അവന്റെ ജനാസ കൊണ്ടുപോയി ഇവിടത്തെ പള്ളിക്കാട്ടിൽ കൊണ്ട് കബറടക്കിയിട്ട് അവന്റെ തല കിബിലയുടെ നേരെ തിരിച്ചു വെക്കുമല്ലോ. കിബിലയുടെ ഭാഗത്തേക്ക് അവന്റെ തല തിരിച്ചു വെച്ചിട്ട് എല്ലാവരും പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങുമല്ലോ. മോനെ, പോയി തുറന്നു നോക്കടാ, ധൈര്യമുണ്ടെങ്കിൽ പോയി നോക്ക് ചെറുപ്പക്കാരാ. കിബിലയുടെ ഭാഗത്ത് നിന്ന് അവന്റെ തല തിരിഞ്ഞു കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അവന്റെ കബറിന്റെ അകത്ത് തീയാട്, അവന്റെ കബറിന്റെ അകത്ത് തീയാട്. അല്ലാ, നാളെ പരലോകത്ത് വരുമ്പോ അവനെ തിരിച്ചറിയും ചെറുപ്പക്കാരാ. കള്ള് കുടിച്ചവര്, പിയറടിച്ചവര്, കഞ്ചാവ് ഉപയോഗിക്കുന്നവര്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, നാളെ പടച്ചറബിന്റെ പരലോകത്ത് വരുമ്പോ നിന്നെ തിരിച്ചറിയുന്ന ഒരു കോലമുണ്ട്. എങ്ങനെയാ വരുന്നതെന്നറിയോ? എങ്ങനെയാ വരുന്നതെന്നറിയോ? എടാ, പേപ്പട്ടിയുണ്ടല്ലോ, നാവിങ്ങനെ താഴ്ത്തിയിട്ടിട്ട് വായിലൂടെ ഈള ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന, തല്ലിക്കൊല്ലാൻ ജനങ്ങൾ മുഴുവനും ഓടിക്കുന്ന പേപ്പട്ടിയുണ്ടല്ലോ, ആ പട്ടിയുടെ കോലത്തിൽ നാളെ കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എല്ലാവരും നിന്നെ തിരിച്ചറിയും ചെറുപ്പക്കാരോ. വല്ലാത്ത ദുർഗന്ധമാണ്, നിന്നെ കാണുമ്പോ ജനങ്ങൾ മുഴുവനും ഓടുകയാണ്. അവസാനം നരകത്തിന്റെ മലക്കുകള് പട്ടിയെ തല്ലിക്കൊല്ലാൻ ഓടിക്കുന്നത് പോലെ നിന്നെ തല്ലിക്കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അള്ളാന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നരകത്തില് നിനക്കൊരു സ്ഥാനമുണ്ട്. നരകത്തിൽ ഹിബാൽ എന്ന് പറയുന്ന നദി നിനക്കുള്ളതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറയുകയാ, കള്ള് തൊട്ടവന്റെ കൈ കൊണ്ട് പിന്നെയൊന്നും വാങ്ങിക്കഴിക്കാ. അതാ കള്ള് കുടിച്ചവനല്ല, കള്ള് കൈകൊണ്ട് തൊട്ടവനുണ്ടല്ലോ, അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കടിക്കാ എനിക്ക് കഴിയില്ല എന്ന് ഉമർ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, ഏത് സാഹചര്യത്തിലും കുടിക്കാൻ പാടില്ല. കാരണം അല്ലാഹുവേ, അതാ കള്ളില് ശിഫയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബർസീസ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം അല്ലാഹുവേ അവിടെന്ന് കിതാബിൽ കാണാം. ആരാണ് ബർസീസ എന്നറിയുവോ? 220 വർഷം രാവും പകലും ഇബാദത്ത് ചെയ്ത മനുഷ്യനാ. 220 വർഷം പടച്ചവന് അല്ലാഹുവേ ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്. ഈ ബർസീസയെ കുറിച്ചും മലക്കുകൾ പരസ്പരം ചർച്ച ചെയ്യുമായിരുന്നു. ഈ മനുഷ്യൻ ആരാ പടച്ചവന്? മലക്കുകൾക്ക് പോലും അത്ഭുതമായിരുന്നു. ബർസീസയെ കുറിച്ചും മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. ശൈത്താന് വല്ലാത്ത അസൂയായി. മലക്കുകൾ പോലും ബർസീസയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ശൈത്താന് സഹിക്കാൻ കഴിഞ്ഞില്ല. ശൈത്താൻ അതാ ബർസീസയുടെ മുന്നിൽ ഒരു മഹാന്റെ രൂപത്തിൽ ഇറങ്ങി വരികയാ. അതാ വന്നിട്ട് ചോദിച്ചു, എനിക്ക് കൂടെ ഇബാദത്ത് ചെയ്യാൻ അല്പം സ്ഥലം തരുവോ? ബർസീസ സ്ഥലം കൊടുത്തു. ഇബ്ലീസ് 3 ദിവസം രാവും പകലും 3 ദിവസം രാവും പകലും ഭക്ഷണമില്ല, വെള്ളം കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഒരു സെക്കൻഡ് പോലും ഇരിക്കുന്നില്ല. 3 ദിവസം രാവും പകലും ബർസീസ നിസ്കാരവാ. അല്ലാഹുവേ, ഇത് കണ്ടപ്പോ ബർസീസയ്ക്ക് വല്ലാത്ത അത്ഭുതമായി. ശൈത്താൻ ഇങ്ങനെ നിസ്കാരം, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഒരു സെക്കൻഡ് പോലും ഇരിക്കുന്നില്ല. ഈ 3 ദിവസവും നിസ്കാരമാണ്. ബർസീസ ചോദിച്ചു, നിങ്ങൾക്ക് ഇതെങ്ങനെ കഴിയുന്നു? ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഒരു സെക്കൻഡ് പോലും ഇരിക്കാതെ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? അവിടെ ഇബ്ലീസ് പറഞ്ഞു, ബർസീസ, ഒരു വൻപാപം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യണം. ഒരു
പാപം നിന്റെ ജീവിതത്തിൽ ചെയ്യണം, എന്നിട്ട് നീ പശ്ചാത്തപിച്ച് മടങ്ങണം. ആ പാപത്തെ കുറിച്ച് നിനക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാ പിന്നെ ഒരിക്കലും നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നൂല, വെള്ളം കുടിക്കാൻ തോന്നൂല. 24 മണിക്കൂറും നീ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇബ്ലീസ് പറഞ്ഞു നീ ഒരു പാപം ചെയ്യണം. ബർസീസ ചോദിച്ചു അല്ലാഹുവിലേക്ക് അടുക്കാനല്ലേ, എന്ത് പാപമാണ് ചെയ്യേണ്ടത്? അതാ ഇബ്ലീസ് പറഞ്ഞു നീ വ്യഭിചരിക്കണം. ബർസീസ പറഞ്ഞു ഇല്ല, വ്യഭിചാരമെന്ന് പറയുന്നത് മോശമായ പാപമോ, അത് നിന്ദ്യമായ കാര്യമാണ്, എന്നെ കൊണ്ട് പറ്റൂല. ഇബ്ലീസ് പറഞ്ഞു എങ്കിൽ നീ രണ്ടാമത്തെ കാര്യം നീ ഒരു മനുഷ്യനെ കൊല്ലണം. ബർസീസ പറഞ്ഞു അല്ലാഹുവേ അത് വല്ലാത്ത പാപമാണ്, അത് നിന്നെ കൊണ്ട് പറ്റൂല. എങ്കിൽ ഇബ്ലീസ് പറഞ്ഞു നീ ഒരു ഗ്ലാസ് കള്ളു കുടിക്കാൻ പറ്റുമോ? അല്ലാഹുവേ ഈ 3 എണ്ണത്തിൽ ചെറിയ പാപമാണല്ലോ കള്ളു കുടിക്കുന്നത്. ബർസീസ ചോദിച്ചു എവിടെ നിന്നാണ് കള്ളു കെട്ടുന്നത്? അവിടെ നിന്നൊരു കള്ള് ഷാപ്പ് കാണിച്ചു കൊടുത്തു. ബർസീസ കള്ളു കുടിക്കാൻ ചെല്ലുമ്പോ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, അവിടെ നിന്ന് കള്ളു കൊണ്ട് കൊടുക്കുകയാണ്. ബർസീസ കുടിച്ചു കഴിയുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തെ കയറി പിടിക്കുകയാണ്. രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. പടച്ചവനെ കള്ളു കുടിച്ചോ, അത് കഴിഞ്ഞ് വ്യഭിചരിച്ചോ. വ്യഭിചാരം കഴിയുമ്പോ ആ പെണ്ണിന്റെ ഭർത്താവ് കയറി വരികയാ. രണ്ടുപേരും തമ്മിലടിയായി. ആ മനുഷ്യന്റെ കഴുത്ത് മുറിച്ചു മാറ്റി. ആദ്യം കള്ളു കുടിച്ചു, പിന്നെ വ്യഭിചരിച്ചു, 3 കൊല ചെയ്തു. 3 പാപവും ബർസീസ ചെയ്ത് കഴിഞ്ഞു. അവസാനം ജയിലറയിൽ തൂക്കാൻ വിധിച്ചു. തൂക്ക് കയറിൽ ഇങ്ങനെ നിൽക്കുമ്പോ അപ്പോഴും ഇബ്ലീസ് ചെന്നിട്ട് പറഞ്ഞു ബർസീസ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താ, എന്റെ മുന്നിലൊന്ന് സുജൂദ് ചെയ്യുവോ ബർസീസ? ബർസീസ പറഞ്ഞു എനിക്ക് തലകുനിക്കാൻ കഴിയില്ല, എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല, എന്നെ രക്ഷപ്പെടുത്തുവോ? എന്റെ കഴുത്തിൽ കയറ് കിടക്കുന്നത് കാരണം എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ല. ഇബ്ലീസ് പറഞ്ഞു നീ ഒന്ന് തലകുനിച്ചാ മതി, ഒന്ന് ചെറുതായിട്ട് എന്റെ മുന്നിൽ തലകുനിച്ചാ മതി, നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറയുമ്പോ 220 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനുണ്ടല്ലോ അവസാന കാഫിറായി ചത്തുപോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളുകുടി എന്ന് പറയുന്നത് സർവകാര്യങ്ങളും സർവപാപങ്ങളുടെയും തലയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം എന്തെന്നറിയോ? മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങാത്ത നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? റസൂലുള്ളാഹ് പറയുന്നു സ്വഹാബാ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്തവരോ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്തവനാണ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള്, നിനക്ക് നല്ല മരണമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവരെ ഇന്ന് വൃദ്ധസദനങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണ്. മാതാപിതാക്കളെ തല്ലുന്ന മക്കളുടെ കാലമാ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുടെ കാലമാ. പടച്ചവരെ ഉമ്മാനെ ചാക്കിൽ കെട്ടിയിട്ട് വഴിയോരത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന മക്കളുടെ കാലമാ. എന്റെ പ്രിയമുള്ളവര്, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ, അവന്റെ മരണസമയം മോശമാണ്. പ്രവാചകൻ പറഞ്ഞു സ്വഹാബാ, 3 പാപങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പാപം ചെയ്താ, 3 തെറ്റുകൾ ചെയ്താ ഈ ദുനിയാവിൽ വെച്ച് തന്നെ, മരണത്തിന്റെ സമയത്തല്ല, ഖബറിന്റെ അകത്തല്ല, പരലോകത്തല്ല, സിറാത്തിലല്ല, പടച്ചവന്റെ നരകത്തിലല്ലോ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരാ 1ാമത്തെ വിഭാഗം ആരെന്നറിയോ? ഉമ്മാനെ വേദനിപ്പിച്ചവരാ, മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കള്.
നീ മരിക്കുന്നതിന് മുമ്പേ റബ്ബ് നിനക്ക് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും പള്ളി കെട്ടി കൊടുത്താലും അത് പറയുന്നവനാണെങ്കിലും ഇമാമാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചവരാണോ അവന് നല്ല മരണമില്ലോ, അവന് നല്ല മരണമില്ലോ. പടച്ചവരേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അൽഖമർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് അൽഖമ. ആ അൽഖമർ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സഹാബികൾ അടുത്ത് ചെന്ന് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. ഷഹാദത്ത് കലിമ പറയണമെന്നല്ലോ അന്റെ റസൂലിന്റെ സ്വഹാബിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിസ്കരിച്ച, ഖുർആൻ ഓതിയ, സ്വലാത്ത് പറഞ്ഞ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല. പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബത്ത് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അൽഖമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാ കഴിയുന്നില്ല നബിയേ, നാവ് പൊങ്ങുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ സഹാബാ? ഒന്നാമത് ചോദിച്ച ചോദ്യമതാ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയേ, വിളിച്ചു കൊണ്ടുവാ സഹാബാ. സഹാബികൾ അൽഖമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമ്മാ, നിങ്ങളുടെ പൊന്നുമോനുമായിട്ട് എങ്ങനെയാണുമ്മാ? അൽഖമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് അൽഖമാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു നബിയേ, അവന് എന്നെ ജീവനായിരുന്നു നബിയേ, എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ അവൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവന്റെ സ്വഭാവം മാറി നബിയേ. എന്നെക്കാളും സ്നേഹം അവൻ അവന്റെ ഭാര്യയോടാണ് നബിയേ. അല്ലാഹുവേ, തല്ലിയ മകന്റെ കഥയല്ല, മകന്റെ കഥയല്ല, അടിച്ചിറക്കിയ മകന്റെ കഥയല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബി അൽഖമർ റളിയല്ലാഹു തആല അൻഹു ഉമ്മ പറയുന്നു, എന്നോട് അവന് വല്ലാത്ത സ്നേഹമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു, അത് ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അതെന്റെ മനസ്സിൽ വേദനയുണ്ടാക്കി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ പൊന്നുമോനും മരണസമയത്ത് കിടക്കുകയാ, അവൻ സക്കറാത്തിന്റെ അവസ്ഥയിലോ. നിങ്ങൾ പൊരുത്തം കൊടുത്താലേ അവന് ഷഹാദത്ത് കലിമ പറയാൻ കഴിയൂ. നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുവോ ഉമ്മ? ആ ഉമ്മ പറഞ്ഞു, ഇല്ല നബിയേ, എനിക്കത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയില്ലോ. അവനെ ഞാൻ വല്ലാതെ സ്നേഹിച്ചതാ നബിയേ, പൊരുത്തപ്പെടൂല എന്ന് ഉമ്മ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബാ, കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവര് ജീവനോടെ കത്തിച്ച് കള സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ ഉമ്മ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മോനെ കത്തിക്കല്ല നബിയേ, അവൻ എന്ത് ചെയ്താലും എന്റെ മകനാണല്ലോ നബിയേ, ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. പറഞ്ഞു തീരേണ്ട താമസം അൽഖമർ റളിയല്ലാഹു തആല അൻഹു തന്റെ നാവ് പൊക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ
പറഞ്ഞിട്ട് ലോകത്തോട് യാത്രയായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ, പലപ്പോഴും ഉമ്മാനെ വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മാടെ മുന്നിൽ കയർത്തിട്ടുണ്ടല്ലോ, ഉമ്മയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാനും നിങ്ങളും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ കണ്ണ് നിറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നീ രക്ഷപ്പെടൂല, നിനക്ക് നല്ല മരണം കിട്ടൂല, നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗമില്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയോ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നമുക്ക് രക്ഷയില്ലല്ലോ. അവരല്ലേ നമ്മള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും കൂടുതൽ കടമ ആരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ് മോനെ. രണ്ടാമതാരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതാരോടാണ് നബിയേ? നിന്റെ ഉമ്മയോടാണ്. നാലാമതാരോടാണ് നബിയേ? നിന്റെ വാപ്പയോടാ. 3 പ്രാവശ്യവും അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ. കാരണം ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാണ്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. ഗർഭം ചുമന്നത് ഉമ്മയാണ്. അല്ലാ, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഒന്ന് കിടന്നുറങ്ങാൻ കഴിയില്ലോ, ആരോടും പരാതി പറയാതെ 9.5 മാസം ചുമന്നുകൊണ്ട് നടന്നത് നമ്മുടെ പെറ്റുമ്മയാ. മോനെ, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചത് ഉമ്മയാ, നിനക്ക് പാല് തന്ന് വളർത്തിയത് ഉമ്മയാ. അതുകൊണ്ട് നിന്റെ ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ കടമ. വാപ്പയ്ക്ക് വിലയില്ല എന്നല്ല, വാപ്പയ്ക്ക് മഹത്വമില്ല എന്നല്ല, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ.